ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഡ്രോയിങ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നല്ല ഫിനിഷായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ കാര്യത്തിൽ എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ട് വരയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ ഓർത്തായിരുന്നു നമുക്കിത് എത്രത്തോളം ശരിയാക്കി വരയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പം എൻ്റെ ഒരു കഴിവുകൾ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതുപോലെ ഇതിൻ്റെ മുമ്പത്തെ പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഈ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രോയിങ് ഫിനിഷ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഡ്രോയിങ്ങൊക്കെ കുറച്ചുകൂടെയൊക്കെ തിരഞ്ഞെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ഡ്രോയിങ് പഠിക്കാനും നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനൊക്കെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ അത് ഒരുപാട് ലൈറ്റ് അടിക്കുന്ന ഏരിയാസും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ കുറച്ച് ഡ്രോയിങ്സൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുക. അപ്പം എനിക്കിങ്ങനെയുള്ള ഡ്രോയിങ്ങൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്ക് കുറച്ച് സമയം പോകുമെങ്കിലും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഡ്രോയിങ് നമുക്ക് ചെയ്ത് ഫിനിഷായി കഴിയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. കാരണം ഈ ഒരു കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്താ പറയണ്ടേ, ആ ഒരു ഫീൽ തന്നെ വേറെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രോയിങ് നിങ്ങളും തിരഞ്ഞെടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് കൂടുതൽ ഡ്രോയിങ്ങിനെക്കുറിച്ച് പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ, ഷെയ്ഡിങ്ങിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഷെയ്ഡിങ് ചെയ്യാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓരോ പിടിക്കാത്ത ഈ പറഞ്ഞ ഷെയ്ഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു പോകാറുണ്ട്. ഏത് ഡ്രോയിങ് ചെയ്താലും നമ്മളൊരു പാർട്ട് ഷെയ്ഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടാലും അല്ലെങ്കിൽ ഏത് ഡ്രോയിങ് കണ്ടാലും നിങ്ങൾക്ക് ഷെയ്ഡിങ് പഠിക്കാനോ അല്ലെങ്കിൽ ഹെയർ വർക്കിംഗ് കാര്യം പഠിക്കാനോ എല്ലാം ഓരോ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടിട്ട് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോന്നും കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ചിലരൊക്കെ പല്ല് വരയ്ക്കാനും ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഒഴിവാക്കി വിടാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫോട്ടോസും വരയ്ക്കുക. വരച്ചാലേ നിങ്ങളത് പഠിക്കത്തുള്ളൂ. നിങ്ങളത് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ആ ഒരു ഡ്രോയിങ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ പല്ല് വരച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പം ഏത് ഡ്രോയിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. തെറ്റിപ്പോവുകയാണെങ്കിൽ തെറ്റിപ്പോക്കോട്ടെ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും നല്ലപോലെ വരയ്ക്കാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കാതിരിക്കേണ്ട. വരച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തെറ്റുകളുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ വരയ്ക്കുക. നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരുത്തി വരയ്ക്കാനുള്ളൊരു അവസരം ഉണ്ടല്ലോ. അപ്പം ആ രീതിയിൽ കണ്ടിട്ട് നിങ്ങൾ വരയ്ക്കുക ഓരോ ഡ്രോയിങ്ങും. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നതാണ്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും ട്യൂട്ടോറിയൽസ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ആക്ടറിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ കമൻറ്റ് ടാബിൽ ഇട്ടേക്കാം. അപ്പം അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന ഏതാണോ അത് ആ ഡ്രോയിങ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ആക്ടറിൻ്റെ പേര് ഞാൻ കമൻറ്റ് ടാബിൽ ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വോട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോകാം. എങ്കിൽ നമുക്ക് ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഡ്രോയിങ്സ് നമുക്ക് ഓരോ ദിവസമായിട്ടൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമയോടെ ഇരിക്കുക.
അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് കഴുത്തിൻ്റെയൊക്കെ ഭാഗത്ത് ഒന്ന് വരച്ചെടുക്കാനുണ്ട്. അവിടെ ചെറിയ മടക്കുകളൊക്കെ വരുന്നുണ്ട്. അതായത് കഴുത്തിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ചുളിവുകളും മടക്കുകളും ഒക്കെയാണത്. അപ്പം അതൊക്കെ അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ സൈഡോടെ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പം ഈ ഒരു പാർട്ടോട് കണ്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വരച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്.